ഇത് എൻ്റെ ആദ്യത്തെ ഒരു ഉപദേശമാണ്. ഇതിൽ ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, അമ്മായിമ്മയുണ്ട്, മരുമകളുണ്ട്, നാത്തൂന്മാരുണ്ട്. ഈ ഒരു വലിയ സംഭവത്തിൽ ഇത് ഞാൻ പറയുമ്പോൾ ഇത്രയൊക്കെ പറയാൻ കാരണം, ഇന്ന് ചില അമ്മായിമ്മമാർക്ക് എൻ്റെ മരുമകളെ എനിക്ക് തികച്ചു പറയാം എന്നൊരു തോന്നലുണ്ട്. ചില മരുമക്കൾക്ക് എൻ്റെ അമ്മായിമ്മയെ എനിക്ക് പാർശ്വവൽക്കരിക്കാം എന്നൊരു തോന്നലുണ്ട്. ത്വലാഖ് ചൊല്ലപ്പെട്ടോ വിവിധ കാരണങ്ങളെ കൊണ്ട് വീട്ടിലിരിക്കുന്ന ഒരു നാത്തൂൻ തൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളെ ഏത് വിധവും ക്രൂശിക്കാമെന്ന് അപ്പെണ്ണ് വിചാരിക്കുന്നു. എൻ്റെ ആങ്ങളയുടെ ഭാര്യയെ എനിക്ക് ഏത് വിധവും ക്രൂശിക്കാമെന്ന് ചിന്തിക്കുന്നു. ഇതൊരു വല്ലാത്ത അപകടമാണ്. അവര് നമ്മുടെ നാത്തൂനും അമ്മായിമ്മയും മരുമകളും ഭാര്യയും ഭർത്താവുമൊക്കെ ആകുന്നതിൻ്റെ മുമ്പ് അവർ പടച്ചവന്റെ പടപ്പുകളാണെന്ന ബോധം നമ്മൾക്കുണ്ടാവണം. അവരെയൊന്നും ഒരു ഗീബത്ത് പറഞ്ഞതുകൊണ്ടും ബുദ്ധിമുട്ടിച്ചതുകൊണ്ടും എനിക്കൊന്നും വരാനില്ല എന്ന് ചിന്തിക്കുന്ന അമ്മായിമ്മയും മരുമകളും നാത്തൂന്മാരും ചിന്തിക്കണം, ഏറ്റവും വലിയ അപകടകാരിയാണ് നീ. നിന്നെ നശിപ്പിച്ച് കശക്കി എറിയുന്ന പണിയാണ് നീ ചെയ്യുന്നത്. ഇതോരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഒരമ്മായിമ്മയെ സംബന്ധിച്ച് മരുമകൾ ചിന്തിക്കേണ്ടത്, 7250 തവണ എൻ്റെ ഭർത്താവിൻ്റെ കാഷ്ടവും മൂത്രവും കയ്യിലെടുത്ത് അമ്മാനമാടിയ ഒരു ഉമ്മയാണിത് എന്ന് ചിന്തിക്കാൻ മരുമകൾക്ക് സാധിക്കണം. കഴുകി തുടച്ച് വൃത്തിയാക്കി ആയിരക്കണക്കായ തവണ ഈ കാഷ്ടവും മൂത്രവും കയ്യിലെടുത്ത് വൃത്തിയാക്കിയപ്പോഴാണ് എനിക്ക് എൻ്റെ ഭർത്താവ് ഒരു മനുഷ്യനായി ബാക്കിയായത് എന്ന് ചിന്തിക്കാൻ ഈ മരുമകൾക്ക് സാധിക്കേണ്ടതുണ്ട്. മരണത്തിൻ്റെ പകുതി വേദന ഏറ്റുവാങ്ങി എൻ്റെ ഭർത്താവിനെ പ്രസവിച്ച ഉമ്മയാണിതെന്ന് ചിന്തിക്കാൻ മരുമകൾക്ക് സാധിക്കേണ്ടതുണ്ട്. മരണത്തിൻ്റെ വേദന നഖത്തിൻ്റെ ഉള്ളിലേക്ക് സൂചി കുത്തിയിറക്കിയാൽ ഉണ്ടാകുന്ന വേദന ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും അനുഭവപ്പെടുക എന്നതാണ് മരണത്തിൻ്റെ വേദന. 2 മക്കളെ പ്രസവിച്ച ഉമ്മ ഒരു തവണ ഈ മരണത്തിൻ്റെ വേദന ഏറ്റുവാങ്ങിയിട്ടുണ്ട്. 4 പെറ്റ ഉമ്മ 2 തവണ മരിച്ചെണീറ്റിട്ടുണ്ട്. എൻ്റെ ഭർത്താവിനെ ഈ ഉമ്മ പ്രസവിച്ചപ്പോൾ നഖത്തിൻ്റെ ഉള്ളിലേക്ക് സൂചി കുത്തിയിറക്കുന്ന വേദന ശരീരത്തിൻ്റെ അർദ്ധഭാഗത്ത് പകുതി ഭാഗത്തോളം അതനുഭവിച്ച ഒരു ഉമ്മയാണ് ഈ ഉമ്മ എന്ന് ചിന്തിക്കാൻ മരുമകളാകുന്ന നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ ഉറങ്ങിയപ്പോൾ ഉമ്മമാരുറങ്ങിയില്ല. ഉറക്ക് ഖളാ വീട്ടാത്ത 2 വിഭാഗം ആളുകളെ ലോകത്തുള്ളൂ. ഒന്ന് കച്ചവടക്കാരും, മറ്റൊന്ന് പെണ്ണുങ്ങളും. മക്കളുള്ള പെണ്ണുങ്ങൾ അവരെ ഒരിക്കലും ഉറക്ക് ഖളാ വീട്ടില്ല. പിന്നീട് അവർക്ക് ഖളാ വീട്ടാത്തൊരു വിഭാഗം നല്ല സൂക്ഷ്മതയുള്ള, നല്ല സുതാര്യമായി വേണമെന്ന് വിചാരിച്ച് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരനും ഉറങ്ങാൻ നേരം കിട്ടൂല, ഖളാ വീട്ടാനും നേരം കിട്ടൂല. ഖളാ വീട്ടല് പകലല്ലേ. 1 മണിക്ക് കട അടച്ച് വന്നാൽ 2 മണിക്ക് നിസ്കാരവും ഒരു ഭക്ഷണം കഴിക്കലും കഴിഞ്ഞാൽ നല്ല തെളിയുള്ള പച്ചക്കറി കിട്ടണമെങ്കിൽ 3:30 മണിക്ക് എണീറ്റ് പോകണം. ആ മനുഷ്യൻ ഉറങ്ങിയത് എത്രയാണ്? 1 മണിക്കൂർ, 1.25 മണിക്കൂർ. പേരിന് കേൾക്കാൻ നല്ല ചൊക്ക, കച്ചവടക്കാരനാണ്. പലർക്ക് കച്ചവടമാണെങ്കിൽ പറയും വേണ്ട. അതിൻ്റെ കൂടെ 4 കുറച്ച് പച്ചക്കറിയും കൂടി ഉണ്ടെങ്കിൽ വൃത്തിയായി. ഞാനിത് പറഞ്ഞത് എന്തിനാ? ഉമ്മമാരെ പറ്റി പറഞ്ഞതാ. അതുകൊണ്ട് അമ്മായിയമ്മ ഒരു പൊന്നാണ്. ഭർത്താവിനോട് സ്നേഹമുള്ള മുഴുവൻ സഹോദരിമാരും അമ്മായിയമ്മയെ തൻ്റെ ഉമ്മയായി കാണാൻ പറ്റണം. ആ ഉമ്മ ത്യാഗം ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ഭർത്താവിനെ കിട്ടിയത് എന്ന് ചിന്തിക്കാൻ സാധിക്കണം. തിരിച്ചു അമ്മായിയമ്മയും ഏതോ ഒരു തറവാട്ടിൽ നിന്ന്
എൻ്റെ അടുക്കളയിലേക്ക് എൻ്റെ വീടിൻ്റെ കത്തളത്തിലേക്ക് കയറി വന്ന ഈ പെണ്ണ്, ഇതിനെ ഞാനൊരു മകളായി കാണണമെന്ന ചിന്തയിൽ അമ്മായിമ്മയും വർത്തിക്കേണ്ടതുണ്ട്. ഇനി ഞാൻ ആ ഭാഗത്തിൽ നിന്ന് പോരുന്നു. എനിക്ക് തോന്നുന്നു ഏതെങ്കിലുമൊക്കെ അകത്തളങ്ങളിൽ പൊരിച്ചിൽ നടക്കുന്നുണ്ട് എന്ന്. അല്ലെങ്കിൽ എൻ്റെ ഭാഷണത്തിൻ്റെ ആമുഖം ഈ വിധം തുടങ്ങേണ്ടതില്ല എന്നതാണ് എനിക്ക് തോന്നിയത്. ഞാൻ എൻ്റെ സുഹാബുൽ വഖ്തിനെ വിളിച്ചാൽ ഒരു സദസ്സിൽ ആവശ്യമുള്ളതൊക്കെ നാവിൽ വരും എന്നത് അതിൻ്റെ പ്രത്യേകതയാണ്. ഏതൊക്കെ വീടുകളിൽ പുഴങ്ങുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാഹു അഅലം റസൂലും. അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയത്തിലേക്ക് കയറേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരിക്കും മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നുണർത്തുകയാണ്. രണ്ടാമത്തെ മറ്റൊരു കാര്യം, അതുകൊണ്ട് വിട്ടുവീഴ്ച മനോഭാവം എന്നത് ഒരു ജീവിത ഗന്ധിയായി നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് തെറ്റുകളും കുറ്റങ്ങളും ചെയ്ത നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു തആല മാപ്പ് ചെയ്ത് നമ്മളോട് കൃപ കാണിച്ച് ദയ കാണിക്കുക എന്ന ഒരു സംഭവമാണ് ആമുഖമായി ഞാൻ ഉണർത്തിയത്. രണ്ടാമത്തെ മറ്റൊന്ന്, നമ്മുടെ അയ്ബുകൾ നമ്മൾ തന്നെ വിളിച്ചു പറയുന്നത് ഇഷ്ടമില്ലാത്ത പടച്ചവൻ, അവന്റെ മറ്റുള്ളവരെ വഷളാകുന്നത് ദേഷ്യമുള്ള പടച്ചവൻ, മറ്റൊരാളെ വഷളാക്കാതെയും അവനെ മാനം കെടുത്താതെയും നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ, നമ്മളങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളോട് അള്ളാഹുവിൻ്റെ പ്രതികരണവും അവ്വിധമായിരിക്കും. കാരണം അള്ളാഹുവിൻ്റെ അടിമകളോട് നാം കടപ്പാട് തീർത്താൽ അടിമയാകുന്ന നമ്മളോട് പടച്ചവൻ ദയ കാണിക്കുമെന്നത് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സത്യമാണ്. അടുത്ത എൻ്റെ സെന്റൻസിലേക്ക് നീങ്ങുന്നു. ഏറ്റവും വലിയ നിഅമത്ത് അത് ഈമാനാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ, നമ്മൾ ചെയ്ത ഒരു ചണ്ടിത്തരവും വെളിപ്പെടുത്താതെ ഇത്രയും കാലം നമ്മുടെ മാനം കാത്തു എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ഒരു നിഅമത്ത് നമ്മുടെ മക്കളാണ്. ആ മക്കളാകുന്ന നിഅമത്ത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സംഭവമാണ്. ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് പരീക്ഷണമാണ്. അൽമാലു വൽബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ, ആൺമക്കളും നിങ്ങളുടെ സമ്പത്തും ഭൗതിക ജീവിതത്തിന്റെ ആഡംബരമാണ്, അതിൻ്റെ ഭംഗിയും ചമൽക്കാരവുമാണ്. വൽബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമലാ, പെൺകുട്ടികളോ നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതീക്ഷയും അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് വലിയ പ്രതിഫലവുമാണ് പെൺകുട്ടികൾ. വൽബാഖിയാത്തുസ് സ്വാലിഹാത്തു എന്നതിന് വ്യത്യസ്തങ്ങളായ തഫ്സീറുകളും വിശദീകരണങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും പ്രത്യേകമായ ഒരു തഫ്സീർ വൽബാഖിയാത്തുസ് സ്വാലിഹാത്തു, പെൺമക്കൾ ഖൈറുൻ, അത് നിങ്ങൾക്ക് ഏറ്റവും ഖൈറാണ്. ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമലാ, വലിയ പ്രതീക്ഷയുമാണ് പെൺകുട്ടികൾ. ആൺമക്കളും പെൺകുട്ടികളും, ആൺമക്കളും പെൺമക്കളും. ആൺമക്കൾ മാത്രമുള്ളവർക്കും സമാധാനിക്കാൻ വകയുണ്ട്, പെൺകുട്ടികൾ മാത്രമുള്ളവർക്കും സമാധാനിക്കാൻ എമ്പാടുമുണ്ട്. ആണും പെണ്ണുമുള്ളവർക്കും സമ്മിശ്രമായുള്ളവർക്കും സമാധാനിക്കാൻ വകയുണ്ട്. മക്കൾ ഏറ്റവും വലിയ ഒരു സമ്പാദ്യമാണെന്ന് പരിശുദ്ധ ഖുർആൻ. മക്കൾ നിങ്ങൾക്ക് ഫിത്നയാണെന്ന് പരിശുദ്ധ ഖുർആൻ. ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ സമ്പത്തും നിങ്ങളെ സന്താനങ്ങളും നിങ്ങളെ ബിസിയാക്കാതിരിക്കട്ടെ, ജോലിയാക്കാതിരിക്കട്ടെ, അവരെ കൊണ്ട് നിങ്ങളുടെ ഇബാദത്തുകൾ മുടങ്ങാതിരിക്കട്ടെ, നിങ്ങളെ സമ്പത്ത് കൊണ്ട് നിങ്ങളുടെ ഇബാദത്ത് മുടങ്ങാതിരിക്കട്ടെ, അള്ളാഹുവിലുള്ള സ്മരണ നിങ്ങൾക്ക് അന്യം നിൽക്കാതിരിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ. എൻ്റെ പ്രിയപ്പെട്ട അഹ്ബാബിങ്ങളെ, ഇത് വെക്കേഷൻ്റെ ടൈമാണ്, ഇത് കുട്ടികൾക്ക് ലീവുള്ള ടൈമാണ്.
കുട്ടികൾ പറഞ്ഞാൽ കേൾക്കില്ല എന്നത് നമ്മളുടെ ഒരു സ്വയം പല്ലവിയാണ്. കുട്ടികളോട് നമ്മൾക്ക് കടപ്പാടുണ്ട്. ആ കടപ്പാട് എന്തെന്നറിയുമോ നിങ്ങൾക്ക്? കുട്ടികളോട് നമ്മൾക്കുള്ള കടപ്പാട് ആ കുട്ടികൾക്ക് പടച്ചവനെ പേടി കൊടുക്കുക എന്നതാണ്. എൻ്റെ മകനിക്ക് സൂപ്പർ മാർക്കറ്റ് സംവിധാനിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിലോ ഹൈപ്പർ മാർക്കറ്റ് സംവിധാനിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിലോ എൻ്റെ മകനൊരു ഡോക്ടറോ എഞ്ചിനീയറോ ആക്കി ഉന്നത ശമ്പളക്കാരനാക്കാത്തതിൻ്റെ പേരിലോ ഒരു പടപ്പും ഒരു കുട്ടിയും നാളെ പരലോകത്ത് വെച്ച് പടച്ചവന്റെ മുമ്പിൽ നമ്മെ പ്രതിസ്ഥാനത്ത് നിർത്തില്ല. അതേസമയം നാളെ പരലോകത്ത് മക്കൾക്ക് മാതാപിതാക്കളെ സംബന്ധിച്ചു പറയാൻ ഒരേ ഒരു പരാതി മാത്രമേ ഉള്ളൂ. ഇതെൻ്റെ ഉമ്മയാണ്, ഇതെൻ്റെ ഉപ്പയാണ്, ഇതെൻ്റെ ഡാഡിയാണ്, ഇതെൻ്റെ മമ്മിയാണ്, ഇതെൻ്റെ തന്തയാണ്, ഇതെൻ്റെ തള്ളയാണ്. എനിക്ക് പടച്ചവനെ പേടി തരേണ്ട ഇവർ ഞങ്ങൾക്ക് പടച്ചവനെ പേടി തന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ കുടുങ്ങി ഇനി ഞങ്ങളെ ഈ നരകക്കുണ്ടിലേക്ക് ഇടുന്നതിൻ്റെ മുമ്പ് ഇതിന് കാരണക്കാരായ ഇവരെ ഇട്ടിട്ടാൽ മതി. ഓ എൻ്റെ പ്രിയപ്പെട്ട അഹ്ബാബിങ്ങളെ, ഈ കാലഘട്ടത്തിൽ ഒരു രക്ഷിതാവിൻ്റെ ഏറ്റവും വലിയ പ്രയാസം എന്താണ്? ഒരു രക്ഷിതാവിൻ്റെ ഏറ്റവും വലിയ ജോലി എന്താണ്? ഒരു രക്ഷിതാവ് ചെയ്തു തീർക്കേണ്ട ഏറ്റവും വലിയ കടപ്പാടെന്താണ്? തൻ്റെ ആൺകുട്ടികൾക്കും തൻ്റെ പെൺകുട്ടികൾക്കും ഒരു നേരപ്പോ നേരവാൻ്റെ ആളായി ജീവിക്കാൻ പറ്റിയ, എൻ്റെ മകൻ ഇനി പിഴക്കില്ല, എൻ്റെ മോൾ ഇനി പിഴക്കൂല, അവളഞ്ഞ് വഴിതെറ്റിപ്പോകൂല എന്ന ഒരു കൺസെപ്റ്റിലേക്ക്, എന്നൊരു ജീവിത നിലവാരത്തിലേക്ക് മക്കളെ എത്തിക്കുക എന്നതാണ് ഏറ്റവും വലിയ ശ്രമകരമായ ദൗത്യവും നിർബന്ധവും. ഈ പള്ളിയിലുണ്ടല്ലോ കുറച്ച് മുതഅല്ലിമീങ്ങൾ, വന്നിട്ട് വർഷങ്ങളായല്ലോ. അവരുടെ മാതാപിതാക്കൾ അവർ SSLC കഴിഞ്ഞ സമയം ചിന്തിച്ചുപോയ വലിയ ഒരു ചിന്തയാണ്, ഈ മക്കളെ കൊണ്ട് നമ്മൾ ദുന്യാവിൽ മാനം കെടരുത്, നാളെ പരലോകത്ത് അവർ നമ്മളെ പ്രതിസ്ഥാനത്ത് നിർത്തരുത്. ഈ രണ്ട് വിശാലമായ ചിന്തയിൽ നിന്നാണ് വ്യത്യസ്ത ജില്ലകളിൽ നിന്ന്, വിവിധ ജില്ലകളിൽ നിന്ന് നമ്മുടെ ഈ കുഗ്രാമത്തിലേക്ക്, ഈ പ്രദേശത്തേക്ക് ആ മക്കൾ എത്തിച്ചേർന്നത്. അന്തമുള്ള, ബോധമുള്ള, കുശാഗ്ര ബുദ്ധിയുള്ള, ദീർഘവീക്ഷണമുള്ള ഉപ്പമാര് ചിന്തിച്ചപ്പോഴാണ് അവരുടെ തലയിൽ തലീക്കെട്ടെത്തിയിട്ടുള്ളത്. ആ ഉപ്പമാര് ദീർഘവീക്ഷണത്തോടെ ചിന്തിച്ചപ്പോഴാണ് അവരൊരു ഉസ്താദിന്റെ വേഷത്തിലേക്ക് ചേഞ്ചായിട്ടുള്ളത്. അവരുടെ തീരുമാനവും അതിൽ പ്രത്യേകമായി കടന്നു വന്നിട്ടുണ്ട്. ഞാൻ പ്രശംസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട അഹ്ബാബിങ്ങളെ, നമ്മൾ നന്നായി ആലോചിക്കണം. ഇനിയുള്ള കാലഘട്ടത്തിൽ ഒരാൾക്ക് പടച്ചവനെ പേടി കിട്ടണം, നമ്മുടെ മക്കൾക്ക് പടച്ചവനെ പേടി കൊടുക്കണമെന്ന് നിങ്ങൾ ആരെങ്കിലും ആശിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഖൗഫുള്ള ഇൽമു കൊടുക്കലല്ലാതെ മറ്റൊരു പോം വഴിയും മുമ്പിലില്ല. എൻ്റെ പ്രിയപ്പെട്ട അഹ്ബാബികൾ നന്നായി ചിന്തിക്കണം. രക്ഷിതാക്കളാകുന്ന നമ്മൾ ആലോചിക്കണം. ഞാനിത് വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടോടെ പറയുന്നൊരു സംഗതിയാണ്. എൻ്റെ അഹ്ബാബികളെ, ഏറ്റവും വലിയ ഒരു പണി ഈ മക്കൾക്ക് ഇതൊന്ന് കയറ്റിക്കൊടുക്കുക എന്നതാണ്. ഇതെങ്ങാനും അവർക്ക് നൽകിയില്ലെങ്കിൽ ഈ ഭൗതിക ലോകത്ത് നമ്മൾ വഷളാകുന്നു. കോളേജ് ക്യാമ്പസുകളിലേക്ക്, സ്കൂൾ ക്യാമ്പസുകളിലേക്ക് മാത്രം പറഞ്ഞയക്കുകയും അവർക്ക് ആത്മീയമായ പഠനവും ചിട്ടയും കൊടുക്കാതിരിക്കുകയും ചെയ്താൽ ക്യാമ്പസിൻ്റെ അകത്തളങ്ങൾ വളരെ കാലുഷ്യം മുറ്റി നിൽക്കുന്നു. അവിടെ ബോയ് ഫ്രണ്ട്സുകളാണ്, ഗേൾ ഫ്രണ്ട്സുകളാണ്, അവിടെ ചാറ്റിങ്ങുകളാണ്, അവിടെ ലൈനുകളാണ്, ബന്ധങ്ങളാണ്, നിരന്നൊഴുകുന്ന പ്രതിഭാസങ്ങളാണ്.
നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾക്ക് തടി കിട്ടൂല. ഇനി നമ്മുടെ മക്കളെ കൊണ്ട് മുമ്പ് കാലങ്ങളിൽ അതിനൊക്കെ ഒരു ഒളിയും മറയുമൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കെട്ടറ്റുപോയി. അതുകൊണ്ട് മക്കളോട് എനിക്ക് 2 വാക്ക് അവസാനം പറയാനുണ്ട്. അത് ഈമാനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതാണ്. അതേ അവസരം രക്ഷിതാക്കൾ ശ്രദ്ധിച്ചോളണം, ആലോചിച്ചോളണം. ആണായാലും പെണ്ണായാലും കൊടുക്കേണ്ട സാധനം അല്ലാഹുവിലുള്ള പേടി എന്ന ഒരു സംഗതിയാണ്, അല്ലാഹുവിലുള്ള ഭയപ്പാട് എന്നൊരു സംഗതിയാണ്, അല്ലാഹുവിലുള്ള ബേജാറ് എന്നൊരു സംഗതിയാണ്. അത് നമ്മുടെ മക്കൾക്ക് കയറ്റിക്കൊടുത്താലല്ലാതെ നമ്മൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈകഴുകി മാറാൻ കഴിയില്ല. അതെങ്ങനെ കിട്ടും? എപ്പോഴാണൊരു മനുഷ്യൻ പരലോകത്ത് കുടുങ്ങിപ്പോകുന്നത്? ഈ ലോകത്ത് നിന്ന് പടച്ചോനെ പേടി കേറാത്തവർ, മരണമെന്ന ചിന്തയിൽ നിന്ന് അകലന്നു പോയവർ. ഏതാനും മാസങ്ങൾക്ക് മുമ്പല്ലേ നമ്മുടെ ശിഹാബ് മരണപ്പെട്ടു പോയത്? 38 വയസ്സ് പ്രായമുള്ളപ്പോഴല്ലേ അവൻ മരണപ്പെട്ടു പോയത്? ആ വ്യക്തി നാടാകെ നടന്ന് കണ്ടവരോടൊക്കെ പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു, ആഖിബത്ത് നന്നായി മരിക്കാൻ തോർക്കണേ ഉസ്താദേ, അവസാനമൊന്ന് നന്നായി മരിക്കാൻ തോർക്കണേ ഉസ്താദേ. ഇത് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ശിഹാബ് നമ്മളിൽ നിന്ന് പിരിഞ്ഞത്. എന്നാൽ നിങ്ങൾ ആലോചിക്കണം, ആ മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് വീണ് മരണപ്പെട്ട സന്ദർഭത്തിൽ, മരണത്തിന്റെ സമയത്ത് തനിക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഹൂറുല്ലീങ്ങളെ കണ്ട് സ്ഖലനം സംഭവിച്ചു പോയത് നമ്മളൊക്കെ അറിഞ്ഞുപോയ സംഭവമാണ്. 40 വയസ്സ് തികയാത്ത പ്രിയപ്പെട്ട ചുറുചുറുക്കുള്ള യുവാവ്, അദ്ദേഹം മരണപ്പെട്ടു പോയത് ഈ ഘട്ടത്തിലാണെങ്കിൽ ഈ ഒരു ബോധം നമ്മുടെ മക്കളുടെ ഉള്ളത്തിലേക്ക് കേറ്റലാണ് നമ്മുടെ പണി. ഇത് എന്ന് കേറും അന്നാണ് നമ്മുടെ പണി അവസാനിക്കുക. ഇത് എന്ന് കേറിക്കിട്ടും അന്നാണ് നമ്മുടെ ദൗത്യം അവസാനിക്കുക. അന്നാണ് നമ്മൾക്ക് കൈ കഴുകി രക്ഷപ്പെടാൻ പറ്റുക. ഒരു നല്ല മരണത്തെ നമ്മൾ സമ്മാനിക്കണം നമ്മളെ മക്കൾക്ക്. അതിന് നല്ലൊരു ജീവിതത്തെ സമ്മാനിക്കണം മക്കൾക്ക്. അതുകൊണ്ട് നിങ്ങൾ കേൾക്കുമോ കേൾക്കില്ലേ എന്നൊന്നും എനിക്കറിയില്ല. മക്കൾക്ക് ഇൽമു കൊടുക്കണം. പെൺമക്കളെ, പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്ഥാപനത്തിൽ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കണം. അത് ഹാദിയ കോഴ്സാകാം, വാഫിറ കോഴ്സാകാം, ബാഹിറ കോഴ്സാകാം. നല്ല തർബിയത്ത് കൊടുക്കുന്ന, പടച്ചവനെ പേടി കൊടുക്കുന്ന, നല്ല ശിക്ഷണം നൽകുന്ന, നല്ല നസീഹത്ത് കൊടുക്കുന്ന, +1-ന്റെയും +1-ഉം +2-ഉം ഡിഗ്രിയും ഒക്കെ ഉയർന്ന മാർക്കോടെ ജയിച്ച് സ്ഥാപനത്തിന്റെ മികവുയർത്തണമെന്ന് മാത്രം ചിന്തിക്കാതെ ഞങ്ങളെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്ത മക്കൾക്ക് പടച്ചവനെ പേടി കൊടുക്കണമെന്ന ചിന്തയുള്ള കോഴ്സിൽ സ്ത്രീകൾ മാത്രം പഠിക്കുന്ന സ്ഥാപനത്തിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യണം. ഞാൻ ഈ പള്ളി കമ്മിറ്റി ഭാരവാഹികളോട്, ഇവിടത്തെ അഭ്യുദയകാംക്ഷികളോട്, സയ്യിദ് അടക്കമുള്ള എല്ലാവരോടും ഒരു വാക്ക് പറഞ്ഞോട്ടെ. നമ്മുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് നമ്മളുടെ മഹല്ലിൽ പെൺകുട്ടികൾക്ക് മാത്രം പഠിക്കാനുള്ളൊരു സ്ഥാപനമുണ്ടാവുക. അതിൽ PG വരെ കൊടുക്കട്ടെ സംവിധാനങ്ങൾ. ആ PG വരെ നൽകുന്നതോടൊപ്പം അവർ ഫത്ഹുൽ മുഈനും തഫ്സീറും റിയാദുസ് സ്വാലിഹീനും മിഷ്കാത്തുമൊക്കെ അവർ ഓതി അതിൻ്റെ കൂടെ വഅദും നസീഹത്തും കേട്ട് എനിക്കൊരു സ്വാലിഹായ ഭർത്താവിനെ കിട്ടണമെന്ന ചിന്തയിൽ എന്നിൽ നിന്ന് വിരിയുന്ന എൻ്റെ പുഷ്പങ്ങൾ, എൻ്റെ വല്ലരികൾ, അത് നല്ലവരായി തീർന്നവരോടൊന്നിച്ച് സ്വർഗത്തിൽ ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്ന കുടുംബമാകണം എന്ന് ചിന്തിക്കുന്ന ഒരു ഫാമിലിക്ക് സിസ്റ്റം നൽകുന്ന ഒരു നല്ല സ്ഥാപനം ഈ നാട്ടിൽ വളരേണ്ടതുണ്ട്. 2 കാര്യം അതിലുണ്ട്. ഒന്ന്, ഈ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് ഒരു കുട്ടി പോകണമെങ്കിൽ മഹറം വേണമല്ലോ. ആ ഒരു വലിയ സംഗതിയിൽ നിന്ന് രക്ഷപ്പെടുന്നു.
ഏതെങ്കിലും ബസ്സിലൊക്കെ കയറിപ്പോയി മെഹറമില്ലാതെ മറ്റൊരു നാട്ടിൽ പോയി പഠിക്കുന്നതിൽ നിന്ന് നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താൻ കഴിയുന്നു. സ്വന്തം നാട്ടിൽ നടക്കാൻ മെഹറം വേണ്ടല്ലോ. കാരണം യാത്രയായിട്ടില്ലല്ലോ. നാട്ടിൻ്റെ അതിർത്തി കടന്നാലല്ലേ യാത്ര തുടങ്ങുക. ഇതതിലെ ഒന്നാമത്തെ ഒരു കാര്യമാണ്. രണ്ടാമത്തെ മറ്റൊരു വിഷയം സ്ത്രീകൾ മാത്രം സംവിധാനിക്കപ്പെടുന്ന ഒരു നാട്. സ്ത്രീകളാൽ പഠിപ്പിക്കപ്പെടണം, സ്ത്രീകൾ സംവിധാനിക്കപ്പെടണം. അങ്ങനെ വരുമ്പോൾ അവർക്ക് മറ്റു സാധ്യതകളും ചാൻസുകളും ഇല്ലാതെയാകുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു ബോയ് ഫ്രണ്ടിൽ നിന്ന് പെണ്ണ് രക്ഷപ്പെടുന്നു, ഒരു ലൈനിൽ നിന്ന് രക്ഷപ്പെടുന്നു. നമ്മൾ ഉദ്ദേശിച്ച ഒരു ചെക്കനെ കൊണ്ട് നമ്മുടെ മകളെ കെട്ടിച്ചയക്കാൻ നമ്മൾക്ക് സാധിക്കുന്നു. അല്ലെങ്കിൽ കല്യാണം വേണ്ടി വരില്ല, സ്വയം പര്യാപ്തത ആവശ്യമാകും. ഞാൻ പഠിക്കുകയാണെന്ന് പറയും, എൻ്റെ പഠിപ്പ് നിർത്തരുതെന്ന് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞൊഴിയുന്നത് വേറെ ചില ലക്ഷ്യങ്ങൾ കൂടി ഉള്ളിൽ വെച്ചുകൊണ്ടാണ്, കോട്ടിലമർത്തി പിടിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഈ വക ഗുരുമാലിൽ നിന്ന് മുഴുവനും രക്ഷപ്പെടാൻ അവനവന്റെ നാട്ടിലാകുമ്പോൾ നമ്മുടെ ഒരു നോട്ടമെത്തും. നാട്ടിന്റെ പരിചയത്തിലുള്ള പെണ്ണുങ്ങളാകുമ്പോൾ പ്രശ്നങ്ങൾ കുറയും. പരസ്പരം പരിചയമുണ്ടാകുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ അന്യം നിൽക്കും. അതവൾ പറയുമോ ഇവര് പറയുമോ എന്നൊക്കെയുള്ള പേടിയുണ്ടാകും. അതോടൊപ്പം ആ പെണ്ണിന് തെർബിയത്ത് കിട്ടും. നാട്ടിൽ നിന്ന് മെഹറമില്ലാതെ മറ്റൊരു നാട്ടിൽ പോയി പെണ്ണൊറ്റക്ക് പഠിക്കുക എന്ന ഹറാമിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങൾ നടപ്പാക്കാൻ നമ്മുടെ പെണ്ണുങ്ങൾക്കൊരു തെർബിയത്ത് കിട്ടി, തസ്കിയത്ത് കിട്ടി. നമ്മുടെ നാടിൻ്റെ അകത്തളങ്ങളൊന്ന് ശുദ്ധമാകാൻ, ഒന്ന് തസ്കിയത്ത് ചെയ്യപ്പെടാൻ ഈ നാട്ടിൽ വരട്ടെ ഒരു വനിതാ ശരീഅത്ത് കോളേജ്. അതിൽ നമ്മൾക്ക് നൽകാം +1 +2, അതിൽ നമ്മൾക്ക് ഡിഗ്രിയും PGയും നൽകാം, PhDയും നൽകാം. ഏത് എൻട്രൻസിനും അവരെ പാകപ്പെടുത്താം, നമ്മൾക്ക് അവരെ ഉന്നതരാക്കാം. ഒപ്പം അവൾക്ക് ഇൽമുള്ള, ഖൗഫുള്ള, ഖശിയത്തുള്ള, ഹൈബത്തുള്ള ഒരു നല്ല കുടുംബിനിയായി നമ്മൾക്ക് അവരെ കയ്യിലേക്ക് മാറ്റിക്കൊടുക്കുകയും ചെയ്യാം. ഇനി നമ്മുടെ നാടുകൾ അത് ചിന്തിച്ചില്ലെങ്കിൽ ഈ സഹോദരിമാർ ഇനിയും നമ്മളോട് പകരം വീട്ടും. ഈ സഹോദരിമാര് പകരം വീട്ടുന്നതിൽ ഒരു കാര്യമുണ്ട്. അത് നമ്മുടെ ഇടപെടലിലുള്ള, പുരുഷന്മാരുടെ ഇടപെടലിലുള്ള ചില അപക്വമായ രീതികൾ അതിന് കാരണമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആണൊരുത്തൻ്റെ ഒരുത്തിയായി ജീവിക്കാൻ എന്നെ കിട്ടില്ല. ഞാൻ സ്വയം പര്യാപ്തതയിൽ രണ്ടുകാലിൽ ഞാൻ നിൽക്കാൻ പറ്റുന്ന അവസരത്തിലേ ഞാനൊരു പെണ്ണിനെ ആശിക്കുന്നു, ഒരാണിനെ ആശിക്കുന്നുള്ളൂ. അല്ലെങ്കിലും എന്തിനാണൊരു ആണ്, കാര്യങ്ങൾ നടക്കാൻ എന്തിനാണൊരു പുരുഷൻ എന്ന് ചിന്തിക്കുന്ന വല്ലാത്ത ഒരു ദുരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയതിൻ്റെ മൂല കാരണം, അതിൻ്റെ അടിയാധാരം പരിശോധിച്ചാൽ പടച്ചവനെ പേടി അന്യം നിന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, തസ്കിയത്ത് കിട്ടുന്ന, തെർബിയത്ത് കിട്ടുന്ന ഒരു സ്ഥാപനം ഈ നാട്ടിൽ കമ്മിറ്റിക്ക് കീഴിൽ, സമിതിക്ക് കീഴിൽ വരട്ടെ, എല്ലാ മഹല്ലിലും വരട്ടെ. എന്നിട്ടും അവർ പുറത്തോട്ട് പോകുന്നു, ഔട്ട് ഓഫ് കേരളയിലേക്ക് പഠിക്കാൻ പോകുന്നു. അവരൊന്നിച്ച് വടകരയിൽ പോകുന്നു, ഛത്തീസ്ഗഡിൽ പോകുന്നു. അവൾ മാത്രം മറ്റു വിദൂര യാത്രകൾ 4 ദിവസവും 5 ദിവസവും വെച്ചുള്ള യാത്ര അവൾ ഒറ്റക്ക് പോകുന്നെങ്കിൽ അവൾ അങ്ങ് പോകട്ടെ. എന്നാലും നന്നാകണം, രക്ഷപ്പെടണമെന്ന് വിചാരിക്കുന്ന പെണ്ണിനും, എൻ്റെ പെണ്ണിനൊരു ഊട്ട് കിട്ടണമെന്ന് വിചാരിക്കുന്ന രക്ഷിതാവിനും ആ ഉമ്മക്കും ഒരു ചാൻസ് നമ്മൾ ഒരുക്കി കൊടുത്താൽ നമ്മുടെ സാമൂഹ്യ ബാധ്യത തീരും, നമ്മുടെ ഫർദ് കിഫ തീരും. ഞങ്ങളുടെ നാട്ടിൽ ഇതിനൊക്കെ ഒരു സംവിധാനം ഞങ്ങൾ ഒരുക്കിയിരുന്നു എന്ന് യജമാനനായ പടച്ചവനോട് നമ്മൾക്ക് പറയാൻ സാധിക്കും.